ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നാമം ജപിക്കുന്നവരാണ്, ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന രീതി. ഇക്കാര്യം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തോ ഇനി കുളിച്ചില്ലെങ്കിൽ പോലുമോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. അസുഖമായി നമ്മൾ പനി പിടിച്ച് കട്ടിലേക്ക് കിടക്കുന്ന സമയത്തും നമുക്ക് രാമനാമം ജപിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ആയിരിക്കരുത് ക്ഷേത്ര ദർശന സമയത്തെ പ്രാർത്ഥന. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിധിയുണ്ട്. ആ രീതി നിർബന്ധമായും നമ്മൾ അനുസരിക്കണം. കാരണം അവിടുത്തെ ആ ദേവചൈതന്യം അതിനനുസരിച്ചിട്ടാണ് നിലകൊള്ളുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാനെ തൊഴുതതിന് ശേഷം മാത്രമേ മറ്റു ദേവതമാരെ തൊഴാൻ പാടുള്ളൂ എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ആകണം എന്ന് ഉറപ്പില്ല. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പറയും ഉപദേവതമാരെ എല്ലാവരെയും തൊഴുതതിന് ശേഷം മാത്രമേ പ്രധാന ദേവനെ തൊഴാൻ പാടുള്ളൂ, അങ്ങനെയും പറയും. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോൾ ഇതൊന്നുമല്ല പറയാനായിട്ട് വന്നത്, പ്രാർത്ഥനയുടെ കാര്യമാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു പൂജ നടക്കുന്നു, അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഒരു എന്തെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നു. അപ്പോൾ കുറച്ച് സമയം സ്ത്രീകളെല്ലാവരും, ഒരു വലിയ പൂജയാണ് അല്ലെങ്കിൽ ഒരു കലശമാണ്, ആ സമയത്ത് എല്ലാവരും കുറച്ച് പേര് അങ്ങോട്ട് മാറി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? പലരും പരസ്പരം സംസാരിക്കുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ വീട്ടുവിശേഷമായിരിക്കാം, അതല്ലെങ്കിൽ മക്കളുടെ വിശേഷങ്ങൾ, അയലത്തുള്ള ആളുകളുടെ വിശേഷങ്ങൾ ഒക്കെ ചോദിക്കുന്നത് കാണാം. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, എല്ലാ ക്ഷേത്രങ്ങളിലും, അതായത് ഏകദേശം 90% ക്ഷേത്രങ്ങളിലും അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം നാമജപത്തിനു മാത്രം. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല, അനുസരിക്കാറില്ല. കുറച്ച് സമയം വിശ്രമിക്കുന്ന സമയത്തായിരിക്കാം എപ്പോൾ വന്നു, താമസിച്ചോ, അല്ലെങ്കിൽ മോള് വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊന്നും തന്നെ ക്ഷേത്രത്തിനകത്ത് വെച്ച് ചോദിക്കാൻ പാടില്ല. ഒരു കുറ്റവും കുറവും ഒന്നും ആയിരിക്കത്തില്ല, നിർദോഷകരമായ കാര്യങ്ങളായിരിക്കും, വിശേഷങ്ങളായിരിക്കാം. പക്ഷേ അത് ചെയ്യാൻ പാടില്ല. അത് ദേവചൈതന്യത്തെ ബാധിക്കും. ഒരു പൂജ നടക്കുകയാണ്, ആ സമയത്ത് ആ പൂജയുടെ മന്ത്രങ്ങളും നാമജപങ്ങളും മാത്രമേ അവിടെ കേൾക്കാൻ പാടുള്ളൂ, മറ്റൊന്നും തന്നെ അവിടെ കേൾക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒരു ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ടി വിയിൽ ആ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇപ്പുറത്തിരുന്ന് മറ്റു ചില കാര്യങ്ങൾ ആളുകൾ, നമ്മുടെ ബന്ധുക്കൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എൻ്റെ പൊന്നു കുഞ്ഞ് ഇച്ചിരി നേരം ഒന്നും മിണ്ടാതിരിക്കേ, ഞാനിതൊന്ന് കേൾക്കട്ടെ എന്ന് പറയും, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു പൂജ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നാമജപമല്ലാതെ മറ്റൊന്നും തന്നെ നമ്മൾ ആ ക്ഷേത്രത്തിനകത്തിരുന്ന് പറയാൻ പാടില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രദക്ഷിണം വെക്കും. എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത്? ക്ഷേത്രത്തിനകത്ത് വളരെ സാവധാനം മാത്രമേ പ്രദക്ഷിണം വെക്കാവൂ. അതല്ലാതെ വളരെ വേഗത്തിൽ സ്പീഡിലോടി പ്രദക്ഷിണം വെക്കാൻ പാടില്ല. ഒരു എണ്ണപ്പാത്രം, നിറച്ച് എണ്ണയുള്ള ഒരു പാത്രം തലയിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ അത് തുളുമ്പാതെ സൂക്ഷിച്ച് നടന്നു പോകുന്നത്, അതേ രീതിയിൽ ശ്രദ്ധയോടുകൂടി പതിയനെ വേണം, നാമം ജപിച്ചുകൊണ്ട് തൊഴു കൈയോടുകൂടി വേണം പ്രദക്ഷിണം ചെയ്യേണ്ടത്. നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ നടപ്പന്തലിൽ ചുറ്റും എന്ത് കാണാറുണ്ട്? ബലിക്കല്ലുകൾ കാണാറുണ്ട്. ഈ ബലിക്കല്ലുകൾ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ വലതുവശത്ത് വേണം വരാൻ.
അപ്പം ആ ഒരു വശത്തേക്ക് നമ്മൾ പ്രദക്ഷിണം ചെയ്തിപ്പോൾ നമ്മൾ ശിവഭഗവാനൊക്കെ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ പകുതി വരെ പോയി, അതായത് ആ ഓവിൻ്റെ അവിടം വരെ പോയി പ്രദക്ഷിണം ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരും. അപ്പം അങ്ങോട്ട് പോയ ആ ഭാഗത്തൂടെ ആയിരിക്കരുത് തിരിച്ചു വരേണ്ടത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ അതേ പാതയിൽ, അങ്ങോട്ട് പോയ അതേ പാതയിൽ കൂടി തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഇടതുവശത്താകും ബലിക്കല്ലുകൾ. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അകത്തൂടെ വേണം വരാൻ. അതായത് നമ്മുടെ കൈയുടെ വലതുവശത്തായിരിക്കണം എപ്പോഴും എന്ത് സ്ഥിതി ചെയ്യേണ്ടത്? ബലിക്കല്ലുകൾ സ്ഥിതി ചെയ്യേണ്ടത്. ഇനി അറിയാതെ നമ്മൾ ബലിക്കല്ലുകളിൽ ഒന്ന് ചവിട്ടിയാൽ ഒരു കാരണവശാലും കൈകൊണ്ട് തൊട്ടു തൊഴരുത്. നമ്മൾ ഒന്ന് നോക്കിയിട്ട് നടന്നങ്ങ് പോവുക മാത്രമേ ചെയ്യാവൂ. ഇനി മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്, തീർത്ഥം സേവിക്കും നമ്മൾ, ഇല്ലേ? ചന്ദനം മേടിച്ച് നമ്മൾ നെറ്റിയിൽ തൊടും. തീർത്ഥം സേവിച്ച് ശേഷം പിന്നീട് ആ കൈ കഴുകാതെ ഭഗവാനെ തൊഴാൻ പാടില്ല. അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. തീർത്ഥം നമ്മുടെ കയ്യിൽ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ കയ്യാൽ അത് നമ്മുടെ ചുണ്ടിൽ മുട്ടിച്ച് നമ്മൾ കുടിച്ചു കഴിയുമ്പം ആ കൈ പിന്നീട് എന്തായി മാറും? എച്ചിൽ കൈയായി മാറും. ഈ എച്ചിൽ കൈ കൊണ്ട് ഒരു കാരണവശാലും ഭഗവാനെ തൊഴാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രദക്ഷിണങ്ങളെല്ലാം കഴിഞ്ഞ്, പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം മാത്രമേ തീർത്ഥം മേടിക്കാൻ പാടുള്ളൂ, ചന്ദനം മേടിച്ച് തൊടാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ തീർത്ഥം മേടിച്ചു, നമ്മളിപ്പം പ്രധാന ദേവനെ കണ്ടു, തീർത്ഥം മേടിച്ചു, അവിടുത്തെ പ്രദക്ഷിണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീർത്ഥം മേടിച്ചു, നമ്മൾ സേവിച്ചു, ചന്ദനം മേടിച്ചു, നമ്മൾ തൊട്ടു. അതിനുശേഷമാണ് പുറത്തുള്ള ഉപദേവതമാരെ നമ്മൾ തൊഴേണ്ടതെങ്കിൽ അവിടെ പൈപ്പുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം, കൈ കഴുകി ശകലം വെള്ളമെടുത്ത് നമ്മുടെ ശരീരത്തിലൊന്ന് തളിച്ചതിന് ശേഷം മാത്രമേ ഉപദേവതമാരെ ആ കൈ കൊണ്ട് തൊഴാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ കുളിച്ച് നമ്മൾ ഒരുങ്ങി പൗഡറൊക്കെ ഇട്ടു, തലമുടിയൊക്കെ ചീകി, എന്നിട്ട് നേരെ അങ്ങ് ക്ഷേത്രത്തിലേക്ക് പോകരുത്. കുളിച്ച് തലമുടിയൊക്കെ ചീകി ഉടുപ്പൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും കൈയും കാലും ഒന്ന് കഴുകി, പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് വീണ്ടും മുഖം കഴുകാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശകലം വെള്ളം എടുത്ത് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒന്ന് കുടയണം. അതിനുശേഷം ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം വീണ്ടും കാല് കഴുകി കുറച്ച് വെള്ളമെടുത്ത് ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തളിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഭഗവാനെ തൊഴാൻ പാടുള്ളൂ. കാരണം അതൊക്കെ ഒരു ശരിയായ രീതികളാണ്. ഈ രീതിയിൽ മാത്രമേ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് കുളിക്കാതെയോ പീരീഡ്സ് ആയിരിക്കുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും നാമം ജപിക്കാം. കാരണം അവിടെ ഒരു ഈശ്വരീയ വിഗ്രഹമില്ല, ഒരു ദേവ ചൈതന്യമില്ല. അവിടെ ആ ദേവനുള്ളത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സെന്തായിരിക്കണം? പരിശുദ്ധമുള്ളതായിരിക്കണം. നമ്മുടെ മനസ്സ് പരിശുദ്ധമായി ആ പരിശുദ്ധമുള്ള മനസ്സിലെ ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുളിക്കാതെയും നനയ്ക്കാതെയും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉൾക്കണ്ണാൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ ഹൃദയമാകുന്ന പരിശുദ്ധമാകുന്ന നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പോഴോ പുലയും ബാലായ്മയും ഉള്ള സമയത്തോ അതല്ലെങ്കിൽ കുളിക്കാതിരിക്കുന്ന സമയത്തോ കിടന്നുകൊണ്ടോ ഒക്കെ നമ്മൾ ജപിക്കേണ്ടുന്ന നാമം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമമോ അതല്ലെങ്കിൽ വലിയ ബീജമന്ത്രങ്ങൾ അടങ്ങിയ മന്ത്രങ്ങളോ ഒന്നും തന്നെ ആ സമയത്ത് ജപിക്കാൻ പാടില്ല. നമ്മൾ ആ സമയത്ത് ജപിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രവും അതുപോലെ നാരായണ മന്ത്രവുമാണ്. നാരായണ നാരായണ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജപിച്ചുകൊണ്ടേയിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദേവതമാരുടെ പേരുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കാം.
ഇപ്പം മുരുക 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 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജപിച്ചുകൊണ്ടേയിരിക്കാം. വിഘ്നേശ്വര 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 ഇങ്ങനെ നമുക്ക് ജപിക്കാം. മഹാദേവ മഹാദേവ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജപിച്ചുകൊണ്ടേയിരിക്കാം. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നമുക്ക് ജപിക്കാം. നാരായണ എന്ന മഹാമന്ത്രം നമുക്ക് എന്ത് ചെയ്യാം? ജപിച്ചുകൊണ്ടേയിരിക്കാം. ഏത് സമയത്ത്? നമ്മൾ ഒരു പൂജയ്ക്കോ ഒരു നാമജപത്തിനോ തയ്യാറെടുക്കാത്ത സമയത്ത്, അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ജോലിയെല്ലാം കഴിഞ്ഞ് അല്പസമയം വിശ്രമിക്കുന്ന സമയത്ത് ഒക്കെ, അല്ലെങ്കിൽ കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള നാമങ്ങൾ നമുക്ക് ജപിക്കാം. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു നാമം ജപിക്കുന്നു, ഏതെങ്കിലും ഒരു മന്ത്രം അത് നമ്മൾ ജപിക്കുന്നു, ലളിതാ സഹസ്രനാമം ജപിക്കുന്നു, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, ശിവസഹസ്രനാമം ജപിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് കൃത്യമായ നിഷ്ഠയിൽ തന്നെ, അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജപിക്കണം. ഒരു പായെടുത്ത് ആ പായിലിരുന്ന് നമ്മൾ വിളക്ക് തെളിയിച്ച് പുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവാന് നൈവേദ്യം സമർപ്പിച്ച് അങ്ങനെ വേണം എന്ത് ചെയ്യാൻ? അർച്ചന പോലെയുള്ള നാമങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ഒരു അർച്ചനയാണ്. ഭഗവാന്റെ അത്രയും നാമങ്ങൾ, 1000 നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. സഹസ്രനാമങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് ഒരു അർച്ചനയാണ് ഭഗവാന് വേണ്ടി ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ നിഷ്ഠകളുണ്ട്. അതല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ നാമം ഉരുവിടുന്നതിന് പ്രത്യേകിച്ച് ശുദ്ധാശുദ്ധങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. പക്ഷേ ക്ഷേത്രത്തിനകത്തെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ നിഷ്ഠയുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ കയ്യിൽ ഉപദേവതകൾക്കുള്ള വഴിപാടുകൾക്കുള്ള സാധനങ്ങളൊക്കെ കാണും. ആ സമയത്തായിരിക്കാം, അതും നമ്മൾ ഒരു കയ്യിൽ പിടിച്ചിട്ടായിരിക്കാം, പ്രധാന ദേവതയെ കണ്ട് നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തീർത്ഥം മേടിച്ച് സേവിക്കുന്നത്. എന്നിട്ട് ആ കൈകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റു ദേവതമാർക്കുള്ള വഴിപാട് സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കും. അതും ശരിയല്ല. വഴിപാട് സാധനങ്ങളെല്ലാം സമർപ്പിച്ച് ഏറ്റവും അവസാനം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തീർത്ഥം സേവിക്കാൻ പാടുള്ളൂ. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തത് അറിവില്ലാതെയാണ്. അതൊക്കെ ഭഗവാൻ ക്ഷമിച്ചുകൊള്ളും. ഈ കാര്യം കേട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം ഇനി ഇതുപോലുള്ള തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കരുത്. അപ്പം ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നാമജപം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.